ഹസ്ബൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താണ്? ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര ദിവസം പുറത്ത് പോയിട്ട് വരുവാണെങ്കിലും വീട് ഞാൻ എങ്ങനെയാണോ പോയിട്ടുണ്ടാവുക അതിനേക്കാൾ വൃത്തിയായിട്ട് ആള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പൊടി പോലും വീട്ടിലുണ്ടാവില്ല. പിന്നെ ഞാൻ പോയി വരുന്ന സമയത്ത് ആള് കുക്ക് ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറെ നല്ല ക്വാളിറ്റീസ് ആൾക്കുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇയാളാണ് പോയിട്ട് വരുന്നതെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് തട്ടാനൊക്കെ മറന്നു പോകും. അപ്പൊ അവിടെ നോക്കൂ നിറ്റ പൊടി, ഇത് നോക്കൂ പൊടി, ഇത് നോക്കൂ. ആള് പോയി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോയി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് സ്ഥിരമായി പറയുന്ന ഒരു 3 മലയാളം സെന്റൻസുകൾ എന്തൊക്കെയാണ്? എന്റെ മോനും അതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വരൂ, മോനും പറയാം അങ്ങനെ, അമ്മ ഇങ്ങോട്ട് വരും. ഞാൻ പറയാം ഇങ്ങോട്ടല്ല ഇങ്ങോട്ട്. അതുപോലെയാണ് മോനും സംസാരിക്കുക. പിന്നെ എന്താ ആള് പറയാ, ഇങ്ങോട്ട് വരൂ, തല്ലിപ്പൊളി എപ്പോഴും പറയും. യു തല്ലിപ്പൊളി എപ്പോഴും അങ്ങനെ പറയാ. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായി മലയാളം കുറച്ച് ഉപയോഗിക്കുന്ന ഫാമിലിയിലാണോ ഇപ്പൊ ആക്ച്വലി എല്ലാരും വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഹിന്ദിയിൽ മാത്രമാണ് സംസാരിക്കുന്നത്? ആള് ഹിന്ദിയിലല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ മക്കളടുത്ത് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുക. കാരണം എനിക്ക് നിർബന്ധമാണ് അവർ മലയാളം പഠിക്കണം എന്നുള്ളത്. അതും നല്ല വ്യക്തമായിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത്. ഈ ഇങ്ങോട്ട് വരുമൊന്നും അല്ലാതെ കറക്റ്റായിട്ട് മലയാളം പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ശരി. ഏതായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് പള്ളിമണി എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി തരും? കാരണം നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ, ഈ ഒരു ഹൊറർ മൂഡുള്ള സിനിമ അല്ലെങ്കിൽ ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുന്നത്, നമ്മളെപ്പോഴും ആ സൗണ്ട്, അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ എല്ലാം പൂർണ്ണതയിൽ എത്തുമ്പോഴല്ലേ ആ സിനിമയുടെ ഒരു എല്ലാ എന്താ പറയാ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്. അപ്പം അത് തിയേറ്ററിൽ പോയി നമ്മൾ വീട്ടിൽ കാണുന്ന സമയത്ത് ആ ഫീൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതൊരു തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടൊക്കെ വരാൻ തയ്യാറാവുന്ന ഒരാളാണ്. കുഴപ്പമില്ല. അങ്ങനെ ഒരു മൂവി ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സപ്പോർട്ട് ചെയ്യോ, അമ്മ അച്ഛനും സപ്പോർട്ട് ചെയ്യോ, അതോ ഇപ്പൊ വേണ്ട നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിച്ചു? 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അപ്പൊ കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ പോരെ. അമ്മയും മോളും രണ്ടുപേരും ഇപ്പൊ ഞാൻ പറയില്ല, എപ്പോഴും ഒരുപോലെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൽ അമ്മയും മോളും ആണോ എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം അറിയാവുന്ന 2 ആൾക്കാരാണ്. നിങ്ങൾ രണ്ടുപേരിൽ ഫാഷനബിൾ ആരാണെന്ന് ചോദിച്ചാൽ ആണോ? അവള് പറയും അമ്മക്ക് ഡ്രസ്സിംഗ് സെൻസേ ഇല്ല എന്ന് പറയും. അതെ, അവളെ കീറ ജീൻസ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ട് നാട്ടുകാരെ ചീത്ത ഫുള്ള് വേറെ ഒന്നുമില്ല, ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ട് ഓരോ വേഷം കെട്ടിക്കും. അവള് പറയുന്നത് ഞാൻ വിചാരിക്കും, ഓ ഇതാണ് ഫാഷൻ, ഞാൻ കേട്ടോ. പക്ഷെ നാട്ടുകാരെ ചീത്ത കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാം അത് നിങ്ങളുടെ ഫാഷൻ ആണെന്നുള്ളത്. നാട്ടുകാരുടെ ചീത്ത വിളികൾ വേദനിപ്പിക്കാറുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ അറിയോ, എല്ലാവർക്കും ഓരോ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അപ്പം നമ്മളെ ചീത്ത വിളിച്ചിട്ട് അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീരാണെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. പിന്നെ എപ്പോ ഞാൻ വിചാരിക്കട്ടെ, നമ്മൾ ഓരോന്നിന് പൈസ ഈടാക്കുമല്ലോ, ഈ ഓരോ കമന്റ്സിന് ഓരോ അക്ഷരത്തിന് പൈസ ഈടാക്കണം. എഴുതല്ലോ അല്ലേ? ഒരു നല്ലൊരു, പക്ഷെ നല്ല കമന്റ് ആണെങ്കിൽ പൈസ ഈടാക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? ശരിയാ, എന്നാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകളാണ്. അതുകൊണ്ട് നമ്മള് അതിന് പൈസ ഈടാക്കണം. ഓരോ കമന്റ്സിന് ഇത്ര പൈസ അല്ലേ? അത് കറക്റ്റ് ആട്ടോ. സുക്കർബർഗിനെ അറിയിക്കാവുന്ന കാര്യമാണ് അല്ലേ?